നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരാറുള്ളൊരു ചോദ്യമാണ്, നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതിക്ക് വിശന്ന് ദാഹിക്കുക. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ വലിയ ഒരു വിഷയമാണ്. അത് വേദശാസ്ത്രപരമായിട്ട് നീതി എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി വേദശാസ്ത്രജ്ഞന്മാർക്ക് ധാരാളം പേജുകൾ അവർ അതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുക. അത്ര വലിയൊരു വിഷയമാണ് വേദശാസ്ത്രപരമായ നീതി എന്നുള്ളത്. തത്വശാസ്ത്രപരമായിട്ട് നീതി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. അതിനെ നിർണയിക്കാൻ ഇന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിയമശാസ്ത്രത്തിലും നീതി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുകയും രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇന്നും സജീവമായിട്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നീതിക്ക് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ഈ ലോകത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരിക്കലേ നമ്മൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ പ്രബലമായൊരു ശബ്ദം അതിൽ കേൾക്കാൻ കഴിയും. അതെന്താ? നീതി ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാവരും നീതി ചെയ്യണം. മുതലാളിമാരുടെ പ്രകടനമാണെങ്കിൽ അവർ പറയുന്നത് തൊഴിലാളികൾ നീതി ചെയ്യണം എന്നാണ് പറയുക. തൊഴിലാളികൾക്ക് മുതലാളിമാർ നീതി ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. സർക്കാർ ജീവനക്കാർ സർക്കാർ നീതി പാലിക്കണം എന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾ സർക്കാർ ജീവനക്കാർ നീതി പാലിക്കണം എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരിക്കലൊരു സമരം കണ്ടു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഹൈക്കോടതിയുടെ മുമ്പിലാണ് ആ സമരം നടക്കുന്നത്. അവിടെ പറയുന്നത് കോടതി നീതി പാലിക്കണം എന്നാണ് പറയുന്നത്. കോടതി നീതി പാലിക്കണം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പാർലമെന്റിൽ ഡിബേറ്റൊക്കെ നടന്ന അവസാനം ഭയങ്കര ബഹളമായിത്തീരും. അപ്പം മുദ്രാവാക്യം വിളിക്കും. ഭരണകക്ഷികളും വിളിക്കും, പ്രതിപക്ഷവും വിളിക്കും. ഭരണകക്ഷികൾ വിളിക്കുന്നത് എന്താ? പ്രതിപക്ഷം നീതി പാലിക്കണം എന്നാണ്. പ്രതിപക്ഷം വിളിക്കുന്നത് ഭരണപക്ഷം നീതി പാലിക്കണം. ഇവർ രണ്ടുപേരും കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർ പറയുന്നത് സ്പീക്കർ നീതി പാലിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ട് വളരെ വളരെ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുക നീതി ഉണ്ടാകണം എന്നുള്ളത്. എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? വേദശാസ്ത്രപരമായിട്ടൊരു ഡെഫിനിഷനൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. കാരണം വളരെ പണ്ഡിതരായിട്ടുള്ള വേദശാസ്ത്രജ്ഞന്മാരെ, ദൈവദാസന്മാരിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നീതി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് റൈറ്റിയസ്നെസ് എന്നാണ്. റൈറ്റിയസ്നെസ് എന്താ അതിൻ്റെ അർത്ഥം? റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഞാൻ പണ്ട് LP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ അമ്മച്ചി അവിടെ മുറ്റത്ത് വാതിലിന് ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. അമ്മച്ചി ചോദിക്കുന്നത്, മുഴുവൻ റൈറ്റായോ മോനെ എന്നാണ് ചോദിക്കുന്നത്. മുഴുവൻ റൈറ്റായോ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഡിക്റ്റേഷൻ കേട്ടെഴുത്തെടുത്തിട്ടുണ്ടാവും, മനക്കണക്കുകൾ തന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ പരിപാടികൾ സ്കൂളിൽ നടക്കും. ഇതെല്ലാം ശരിയാകണമെന്ന അമ്മച്ചിയുടെ ആഗ്രഹം. പക്ഷെ ഞാൻ മിക്കവാറും അതിൽ ഒരു 10 എണ്ണം ചോദിച്ചാൽ ഒരു 4 എണ്ണം 5 എണ്ണം ഒക്കെ ശരിയാക്കിയിട്ടുണ്ടാവും, ബാക്കിയൊക്കെ തെറ്റായിരിക്കും. റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് റൈറ്റിയസ്നെസ് എന്ന് പറയാം. എല്ലാം ശരിയാകുക. ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അയാൾ നീതിമാനാണ് എന്ന് പറയണമെങ്കിൽ, അയാൾ റൈറ്റിയസ് ആണെന്ന് പറയണമെങ്കിൽ, അയാളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാം റൈറ്റ് എന്ന് ഇട്ട് പോയാൽ അയാൾ നീതിമാനാണ്, അയാൾ റൈറ്റിയസാണ്. പക്ഷെ ഇതിൽ ഒരെണ്ണം തെറ്റിപ്പോയാലോ? ഒരെണ്ണം തെറ്റിയുള്ളൂ. 100 എണ്ണം ഉണ്ട്, 99 ശരിയായി, ഒരെണ്ണം തെറ്റിയാൽ അയാൾ റൈറ്റിയസ് അല്ല, അയാൾ നീതിമാനല്ല. യേശു കർത്താവ് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് ഈ 100% എല്ലാം ശരിയാകണമെന്ന
ആഗ്രഹത്തോടെ തൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും ശരിയാക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരാൾ, അയാളാണ് ഭാഗ്യവാൻ. അങ്ങനെ ആഗ്രഹിക്കുകയല്ല, വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഒരു ദാഹമായിട്ടത് ഉണ്ടെങ്കിൽ ദൈവം അവനെ നീതീകരിക്കും എന്നായി ചേർത്താം, അവനത് കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 100 ചോദ്യങ്ങളുണ്ട്, അതിൽ എല്ലാം ശരിയാണ് എങ്കിൽ റൈറ്റിയസാ. അതിൽ ഒന്ന് തെറ്റിയാലോ റൈറ്റിയസ് അല്ല. ഞാൻ പണ്ട് ഈ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സുകളിൽ വഴിക്കണക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ഇവിടെ അങ്ങനത്തെ കണക്കുകൾ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അത് ഒരു ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇടും. ഒരു മാങ്ങയ്ക്ക് 3 രൂപ വെച്ച് 7 മാങ്ങ, ഒരു പെന്നിന് 5 രൂപ വെച്ച് 6 പെന്ന്. ഇങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു 100 രൂപ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ 200 രൂപ കൊടുത്തു, 500 രൂപ കൊടുത്തു, ബാക്കി എത്ര പൈസ എനിക്ക് കിട്ടും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കണക്ക് എഴുതാറുള്ളത് ഒരു വഴിയായിട്ട് എഴുതും. ഒരു മാങ്ങയുടെ വില 7 രൂപ, ആകെ മാങ്ങകൾ 6, അപ്പോൾ 6, അപ്പോൾ ആകെ മാങ്ങയുടെ വില. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് കണക്ക് ചെയ്യുക. ഞങ്ങളുടെ കണക്ക് ടീച്ചർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അവരെന്താണെന്ന് വെച്ചാൽ, ഒരു കണക്ക്, ഈ ഒരു വഴിക്കണക്ക് ടീച്ചർ തന്ന് ആ കണക്ക് നമ്മൾ ശരിയായിട്ട് ആദ്യം ചെയ്ത് ടീച്ചർക്ക് കാണിക്കുന്ന ആളിനെ 1ാമത്തെ സ്ഥാനത്ത് കൊണ്ടേയിരുത്തും. ക്ലാസ്സിൽ 1ാമനായി ഇരുത്തും. പിന്നെ 2ാമത് വരുന്നത് 2ാമത്, അങ്ങനെ പടിപടിയായിട്ടാണ് വയ്ക്കുക. പക്ഷെ ഇതിൽ തെറ്റിക്കഴിഞ്ഞാൽ ടീച്ചറുടെ അടിയും കിട്ടും, നമ്മളേറ്റവും പിറകിലുള്ള സീറ്റിൽ കൊണ്ടേയിരുത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണക്ക് കിട്ടുമ്പോൾ ഞങ്ങൾക്കെല്ലാം വാശിയോടെ ഞങ്ങൾ ഈ കണക്ക് ചെയ്യും. ടീച്ചറുടെ അടുത്ത് ഓടിക്കൊണ്ടുപോകുമ്പോൾ ടീച്ചർ ഒരു സ്റ്റെപ്പ് കണ്ട് റൈറ്റ് ഇടും. അപ്പം ഞങ്ങളുടെ മുഖത്തൊക്കെ വലിയ സന്തോഷമാണ്. 2ാമത്തെ സ്റ്റെപ്പും റൈറ്റ് ഇടും, അപ്പോഴും സന്തോഷമാണ്. 3ാമത്തെ സ്റ്റെപ്പും റൈറ്റ് ഇടും. 4ാമത്തെ സ്റ്റെപ്പ് ആവുമ്പോൾ അതിലൊരു ചെറിയ തെറ്റുണ്ടാകും. അപ്പോൾ അതുവരെ ചെറിയ റൈറ്റാണ് ടീച്ചർ ഇട്ടത്. അപ്പം നിങ്ങൾ ധരിക്കുക അടുത്തതിന് ഒരു ചെറിയൊരു തെറ്റിടുക എന്നാണ് വിചാരിക്കും. പക്ഷെ ടീച്ചർ അങ്ങനെ ചെറിയ തെറ്റല്ല ഇടുക, ആ കണക്ക് മുഴുവൻ തെറ്റി. ഒരു ചെറിയ തെറ്റല്ല ഉണ്ടായത്, ഒരു ചെറിയ തെറ്റേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. പക്ഷെ ടീച്ചർ ചെയ്യുന്ന എന്താ, ഈ കണക്ക് മുഴുവൻ തെറ്റി എന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് റൈറ്റിയസ്നെസ്. നിങ്ങൾ റൈറ്റ് എന്ന് വന്നു, അതിലൊരു ചെറിയ തെറ്റ് വന്നാൽ എന്തായി, മുഴുവൻ തെറ്റായിപ്പോയി. നമ്മൾ തിരുവചനം വായിക്കുകയാണെങ്കിലും ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിലും തിരുവചനത്തിൽ 3 തരത്തിലുള്ള റൈറ്റിയസ്നെസ്, നീതിയെക്കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ള റൈറ്റിയസ്നെസ്. ആ 3 തരത്തിലുള്ളത്, ഒന്ന് സ്വന്തം നീതി എന്നാ പറയുന്നത്. എൻ്റെ റെഫറൻസ് ഒക്കെ എടുത്ത് വായിക്കുന്നത് എനിക്ക് താല്പര്യമുണ്ട്, സമയപരിമിതമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. സ്വന്തം നീതി. 2ാമത്തേത് ന്യായപ്രമാണ പ്രകാരമുള്ള നീതി. 3 ദൈവത്തിൽ നിന്നുള്ള നീതി, ദൈവത്തിൻ്റെ നീതി. ഈ 3 തരത്തിലാണ് നീതിയെക്കുറിച്ച് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഈ സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ മാർക്ക് ഇടുന്ന ആളുണ്ടല്ലോ, റൈറ്റ് ഇടുന്ന ആള്, അത് ഞാൻ തന്നെയാണ്. എനിക്ക് മാർക്ക് ഇടുന്നത് ഞാൻ തന്നെയാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ പറയുകയാണ്, സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഇടുന്നത് ആരാണ്? ഞാൻ തന്നെ. എനിക്ക് മാർക്ക് ഇട്ടാൽ മിക്കവാറും 100 കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കാര്യവും നമുക്ക് എല്ലാറ്റിനും ഒരു ന്യായം ഉണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ എനിക്ക് മാർക്ക് ഇടുന്നതാണെങ്കിൽ അതിനെയാണ് ദൈവത്തിൻ്റെ വചനത്തിലും സാധാരണ നിലയ്ക്കും പറയുമ്പോൾ എന്താ, സ്വന്തം നീതി എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ തന്നെ എനിക്ക് മാർക്ക് ഇട്ടാൽ പോലും ഈ 100-ലെ 100 കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നി, അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും. അപ്പോൾ എനിക്ക് തന്നെ നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും കുറേയും കൂടി എളുപ്പമുള്ളൊരു സംഗതിയാണ് സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ. ഞാനിത് പറയുമ്പോഴൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പം ഞാനും എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 കുട്ടികൾ. അപ്പം അമ്മ സ്കൂളിലെ 2 സഹോദരിമാരും കൂടി ഉണ്ട്. ഞങ്ങൾ 2 പേരാണ് സാധാരണ വീട്ടിലുള്ള. ചേച്ചി ക്ലാസ്സിലൊക്കെ പോകും. അപ്പോൾ 2 പേരും ഞങ്ങൾ ഇരിക്കുമ്പോൾ അമ്മ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളോട് പറയും, എടാ മക്കളെ, നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ ഇരിക്കും. 100 കൽപ്പനകളാണ്. പഠിക്കണം, മണ്ണിൽ പോയി കളിക്കരുത്, വെള്ളത്തിൽ കളിക്കരുത്, വെയിലത്ത് നടക്കരുത്, ഇങ്ങനെ 100
കൽപ്പനകൾ എഴുതിയിട്ടാണ് അമ്മ പോവുക. ഞങ്ങൾക്ക് രണ്ടുപേരോട് അത് പറയും. അമ്മ സ്കൂളിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്കന്ന് സ്കൂൾ ഉണ്ടാവില്ല, നിങ്ങൾ പുറത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അമ്മ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയനും പുറത്തിറങ്ങി മണ്ണിൽ കളിക്കുക. അമ്മ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യും, എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ചെയ്യൂല. പക്ഷേ അമ്മ വരുന്ന സമയം എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ അനിയനേക്കാൾ 2-2.5 വയസ്സ് കൂടുതലുള്ളവനാണ്. അപ്പോൾ ഏതാണ്ട് ഉച്ചയാവുമ്പോൾ അമ്മ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വേഗം പോയി മുഖമൊക്കെ കഴുകി നല്ല ഷർട്ടൊക്കെ ഇട്ട് ഞാൻ അവിടെ പോയി ഒരു പുസ്തകം എടുത്ത് അമ്മ പറഞ്ഞതുപോലെ അവിടെ ഇരുന്ന് വായിക്കും. അനിയനെ അറിയില്ല, അനിയൻ അമ്മ വരേണ്ട സമയം അറിയില്ല. ഞാൻ അവനെ പ്രേരിപ്പിക്കും, എടാ അത് വാങ്ങിക്കോ, അവിടെ മണ്ണ് മാന്തിക്കോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഓരോ നിർദ്ദേശം കൊടുക്കും. അമ്മ വരുമ്പോൾ ഞാനിരുന്ന് പഠിക്കുക, അനിയൻ മണ്ണിൽ കളിക്കുക. അപ്പം അവന് നല്ല അടി കിട്ടും. അവൻ അടിച്ചു കിട്ടിയ വേദനയേക്കാൾ കൂടുതൽ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാകുക. അമ്മ ഒരു കാര്യം പറയും, എടാ നിന്റെ ചേട്ടനെ നോക്കി പഠിക്കുന്ന, നിന്റെ ചേട്ടനെ നോക്കി പഠിക്കുക, ഞാനവിടെ മര്യാദക്കാരനായിട്ടിരിക്കുകയല്ലേ. ഇതാണ് സ്വന്തം നീതി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് മാർക്ക് ഇടുകയാണ്, നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് ഓരോ ന്യായങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഉള്ള രീതിയാണ് സ്വന്തം നീതി. പലപ്പോഴും നമ്മൾ ഈ സ്വന്തം നീതി ആയാൽ വളരെ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൽക്കാലം തടി തപ്പി നിൽക്കാം. അടുത്തത് ന്യായപ്രമാണ പ്രകാരമുള്ള നീതി. അതിൻ്റെ വേദശാസ്ത്രപരമായ ഡെഫിനേഷനിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം. ന്യായപ്രമാണ പ്രകാരമുള്ള നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കിടുന്ന ഏർപ്പാടല്ല അത്. അവിടെ മാർക്കിടുന്നത് നിങ്ങളാണ്. എനിക്ക് മാർക്കിടുന്നത് നിങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും, ആ വിൻസെൻ്റ് ചാർലി എന്ന് പറഞ്ഞ ആൾ, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾക്ക് നല്ല സ്വഭാവമാണ്, അയാൾക്ക് പെട്ടെന്ന് കോപിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്കൊരു മാർക്കിട്ടു, ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നീതിമാനായി തീർന്നു. എല്ലാം ശരിയാണ് എങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നീതിമാനാണ്. പക്ഷെങ്കിൽ അത് കുറച്ചുകൂടി ദുഷ്കരമാണ് അങ്ങനെ ഒരു മാർക്ക് കിട്ടാൻ. എന്നാലും അതത്ര ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയെ പറ്റിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഭിനയിക്കാനൊക്കെ അറിയുമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ല വെള്ള ചമയാൻ നമുക്ക് കഴിയും. മൂന്നാമത്തത് ദൈവത്തിൽ നിന്നുള്ള നീതിയാണ്. അവിടെ മാർക്കിടുന്നത് ഞാൻ എനിക്ക് മാർക്കിടുകയല്ല, നിങ്ങൾ എനിക്ക് മാർക്കിടുകയല്ല. അവിടെ മാർക്കിടുന്നത് സർവശക്തനായ ദൈവമാണ് എന്നെ നോക്കുന്നത്. ദൈവം എന്നെ നോക്കിയിട്ട് എൻ്റെ ഓരോ ചിന്തകൾ, ഓരോ വിചാരങ്ങൾ, ഓരോ പ്രവർത്തികൾ, എൻ്റെ ഓരോ വാക്കുകൾ, അവയെല്ലാം നോക്കിയതിന് ശേഷം ദൈവം മാർക്കിടാൻ തുടങ്ങുക. ദൈവം മാർക്കിട്ടാൽ ആർക്കാ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാകാൻ കഴിയുക? യേശു കർത്താവ് പറയുന്നത് സ്വന്തം നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെയല്ല, ന്യായപ്രമാണപ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാനായി നടക്കുന്നതിനെ കുറിച്ചിട്ടുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി നിൽക്കാൻ, ദൈവം മാർക്കിടുമ്പോൾ നീതിമാനായി നിൽക്കാൻ ആർക്ക് കഴിയും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് കഴിയുക? ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെ നമുക്കത് കഴിയും? പലരും ചിന്തിക്കുന്നത്, ലോകം പഠിപ്പിക്കുന്നത്, നമ്മൾ കുറെ നീതി പ്രവർത്തികൾ ചെയ്താൽ, കുറെ നല്ല കാര്യങ്ങൾ ചെയ്താൽ, നല്ല പ്രവർത്തികൾ ചെയ്താൽ ദൈവം അത് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു മാർക്ക് തരും. എല്ലാം റൈറ്റാണ്, ഇവൻ റൈറ്റിയസ് ആണ് എന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. നീതിമാൻ ഇല്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നീതിമാനാകാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് നീതീകരണം ലഭിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ് ആർക്കും അത് കഴിയില്ല. എല്ലാവരും പാപം ചെയ്തു കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് പറയുന്നത്.
നിങ്ങളെല്ലാവരും ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഫിസിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു കുറേ കാലം, ഡിഗ്രി വരെ. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അവിടെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്സിൽ പറയുന്നുണ്ട്, കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. ഒരു വാതകം, ഒരു ഗ്യാസ് അനുഷ്ഠിക്കുമെന്ന് പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അങ്ങനെ കുറേ നിയമങ്ങൾ. ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന ഒരു വാതകത്തെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. ഐഡിയൽ ഗ്യാസ്. ഇപ്പോൾ സാറ് ഒരിക്കൽ ഞങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ സംശയം ചോദിച്ചു, സാറ് ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാ നിയമങ്ങളും, ചാൾസ് ലോ, ബോയിൽസ് ലോ, അതെല്ലാം ഒരേപോലെ അനുസരിക്കുന്ന ഒരു ഗ്യാസ്, ഒരു വാതകമാണ് ഐഡിയൽ ഗ്യാസ്. അത് ശരി സാറേ, അതിൻ്റെ ഒരു ഉദാഹരണം. നമ്മൾ അനേകം ഗ്യാസ് കാണുന്നുണ്ടല്ലോ. വായു ഗ്യാസാണ്, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ ധാരാളം ഗ്യാസുകളുണ്ടല്ലോ. അതിലേത് ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല എന്ന. ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ഇല്ല. ഈ നിയമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു വാതകം ഇല്ല. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. നീതിമാൻ ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും കുറവുള്ളവരാണ്. എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നവരാണ്. ഷേക്സ്പിയറിൻ്റെ ദുരന്ത നാടകങ്ങളെല്ലാം നിങ്ങളിൽ പലരും പഠിച്ചിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം. ഷേക്സ്പിയറിൻ്റെ ദുരന്ത നാടകങ്ങളിലെ നായകന്മാരെല്ലാവരും തന്നെ സകല ഗുണങ്ങളുള്ള മനുഷ്യരാണ്, സർവഗുണസമ്പന്നന്മാരാണ്. പക്ഷേ അവരിലെല്ലാം തന്നെ ഒരു ന്യൂനതയുണ്ടാകും, ചെറിയൊരു ന്യൂനത. അവരുടെ ജീവിതം ഒരു ദുരന്തമായി തീരാൻ കാരണം എന്തെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ ചെറിയ ഒരു ന്യൂനതയാണ്. ഹാംലെറ്റ്, സുന്ദരനായ, വളരെ മാന്യനായ, വളരെ കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരൻ, രാജകുമാരൻ. പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു, തീരുമാനം എടുക്കാൻ അയാൾ തയ്യാറാകില്ല. കിങ് ലിയർ, വളരെ നല്ല മനുഷ്യൻ, വളരെ നല്ലൊരു രാജാവ്. പക്ഷെ അയാളുടെ മക്കളെക്കുറിച്ച് അയാൾക്കൊരു ചില മക്കളോട് അധിക സ്നേഹം, അല്ലെങ്കിൽ മറ്റുള്ള മക്കൾ പ്രശംസിക്കും, ആരെങ്കിലും പ്രശംസാ വാക്കുകൾ പറഞ്ഞാൽ അതിലെ അമിതമായിട്ട് ലയിക്കുന്ന സ്വഭാവം. മാക്ബത്ത് മഹാനായൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നു, അധികാരം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം. ഒഥല്ലോ നല്ലൊരു സൈന്യാധിപനായിരുന്നു. പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയെക്കുറിച്ച് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ നാടകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ചെറിയ കുഴപ്പമാണ് അവരുടെ ജീവിതം മുഴുവനും ദുരന്തമാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു ചെറിയ ന്യൂനതയുണ്ട്. ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഫാറ്റൽ ഫ്ലോ എന്നതിനെ പറ്റി പറയുന്നത്. ഫാറ്റൽ ഫ്ലോ, മാരകമായ ഒരു ഭ്രംശം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ മാരകമായ ഒരു ഭ്രംശമുണ്ട്. ആ ഭ്രംശം നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള പാപമാണ്. ഒരു മനുഷ്യ ജീവിതത്തെ ഒരു ദുരന്തമാക്കി മാറ്റുന്നത്, സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യനെ പോലും അവൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിൽ അവനിൽ പാപമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഞാനിത് ഞങ്ങളുടെ ഹൈന്ദവ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഇന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു, നിങ്ങളുടെ പള്ളിയിൽ പോലും അതുപോലെയുള്ള ആളുകളുണ്ടായില്ല. ഈ ഞങ്ങൾ ചെയ്ത ഈ നല്ല കാര്യങ്ങളെല്ലാം തള്ളിക്കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനാണോ ദൈവം എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയാ, അവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളൊരു മറുപടി, എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവത്തെ വെച്ച് ഞാൻ അതിന് മറുപടി പറയാം. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞ് സമയം ഒരുപാട് പോകുന്നു. ഒരിക്കൽ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് തേൻ കൊണ്ടുവന്നു. തേനിൻ്റെ അട അങ്ങനെയല്ലേ, ഈ തേനീച്ച കൂടിലുണ്ടാകുന്ന ആ തേനിൻ്റെ അട, അങ്ങനെ കുറേ തേനിൻ്റെ അടയായിട്ട് വന്നു.
സാധാരണ തേനായിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പം അമ്മ അത് വാങ്ങില്ല. കാരണം അമ്മ പറയുന്നത് ഞങ്ങൾക്ക് വാങ്ങിത്തരാനുള്ള മടി കൊണ്ടാണോ സംഭവം ശരിയാണോ എന്നറിയില്ല, ഇതെല്ലാം ശർക്കരപ്പാനി, അതിലൊക്കെ മായം ചേർത്തതാണ്, അതുകൊണ്ട് ഇത് വാങ്ങില്ല. അപ്പം ഈ തേനിൻ്റെ അട കൊണ്ടുവന്നപ്പോൾ ഞാനും എൻ്റെ സഹോദരനും സഹോദരിമാരും എല്ലാവരും കൂടി അമ്മയെ നിർബന്ധിച്ചു, ഇത് അങ്ങനെ പറ്റിയതല്ല, ഇത് തേനിൻ്റെ അട ആ കൂട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവന്നതാ, അതുകൊണ്ട് ഇത് നമ്പായിട്ട് നിർബന്ധമായിട്ടും വാങ്ങണം എന്ന് പറയും. അമ്മ അവസാനം ഒരു ഗത്യന്തരമില്ലാതെ അമ്മ സമ്മതിച്ചു. അമ്മ തേൻ വാങ്ങാൻ വിലയൊക്കെ പറഞ്ഞു തീരുമാനിച്ചു. തേൻ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാൻ അടുക്കളയിലേക്ക് പോയതാ. അപ്പോൾ ആ പാത്രം എടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കോളാമ്പി, നിങ്ങൾക്കറിയില്ലേ, തുപ്പാനും മലമൂത്ര വിസർജനമൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം, അത് നല്ല പിച്ചള കൊണ്ടുള്ള ഒരു നല്ലൊരു കോളാമ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അത് നന്നായി കഴുകിയൊക്കെ വൃത്തിയൊക്കെ അവിടെ വെച്ചത് കൊണ്ട് സൂര്യപ്രകാശമൊക്കെ അടിക്കുക. അയാൾക്ക് തോന്നി ഇതൊരു സ്വർണ്ണ തളികയാണ് തോന്നിയത് തോന്നുന്നു. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ തേൻ മുഴുവനും ഈ കോളാമ്പിയിലേക്ക് പിഴിഞ്ഞൊഴിച്ച് വെച്ചു. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അമ്മ വന്ന് നോക്കാം, അയ്യോ ഇത് ഞങ്ങൾക്കിനി വാങ്ങാൻ പറ്റില്ല. അപ്പം അയാൾ പറയുന്നത് ഇത് ശുദ്ധമായ തേനാണ്, ഇതിന് യാതൊരു കുഴപ്പമില്ല, ശുദ്ധമായ തേനാണ്, ഇത് വാങ്ങിക്കോളൂ എന്നാ പറയുന്നത്. അമ്മ പറഞ്ഞു ഇത് ശുദ്ധമായ തേൻ തന്നെയാണ്, പക്ഷെ ഈ പാത്രം അത്ര ശുദ്ധമല്ല. ഈ തേൻ ഈ പാത്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല. ഈ പാത്രം അഴുക്കുള്ള പാത്ര. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിന് പ്രസാദകരമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ശരിയാണ്, അതെല്ലാം തേൻ പോലെ മധുരമുള്ളതാണ്, നല്ലതാണ്. പക്ഷേ അത് പകർന്നിരിക്കുന്ന പാത്രം, ആ പാത്രം വൃത്തിയുള്ളതല്ല, ആ പാത്രം അശുദ്ധമാണ്, ആ പാത്രം വൃത്തിഹീനമാണ്. ആ പാത്രം വൃത്തിഹീനമായിരിക്കുന്നിടത്തോളം കാലം ആ തേൻ സ്വീകരിക്കാൻ കഴിയില്ല. ആ കോളാമ്പി ഉടച്ച് വാർത്ത് മറ്റൊരു പാത്രമായാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ തേൻ സ്വീകാര്യമാവുള്ളൂ. അല്ലാത്തിടത്തോളം കാലം, ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ ഒരു ചെറിയ മനം പുരട്ടലുണ്ടാകാറുണ്ട്. ദൈവം അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, മറ്റുള്ളവർക്ക് സഹായം ചെയ്തത്, അവരുടെ ദുഃഖത്തിൽ അവരെ സഹായിച്ചത്, അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിച്ചത്, അവർക്ക് സംഭാവന നൽകിയത്, അവർക്ക് ആൾബലം നൽകിയത്, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ദൈവത്തിന് അത് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഈ പാത്രം വൃത്തിയുള്ളതാകണം. ഇതാ ദൈവത്തിൻ്റെ പ്രശ്നം. അപ്പൊ നമ്മുടെ നീതിപ്രവർത്തികളെല്ലാം കറപുരണ്ട തുണിയാണ് എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല, ദൈവത്തിൽ അത് പ്രസാദിക്കാൻ കഴിയുകയില്ല. കാരണം അതെല്ലാം പകർന്നിരിക്കുന്നത്, അതെല്ലാം ഉത്ഭവിക്കുന്നത് അശുദ്ധമായ ഒരു പാത്രത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ നീതിപ്രവർത്തികളൊന്നും നമ്മെ നീതീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ നീതീകരിക്കപ്പെടാൻ കഴിയും? ദൈവസന്നിധിയിൽ നമുക്ക് എങ്ങനെ നീതിമാനാകാൻ കഴിയും? ഒരു തിരുവചന വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് നീതീകരിക്കപ്പെടാൻ കഴിയുക എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ചുരുക്കമായിട്ട്, വളരെ പ്രായോഗികമായൊരു കാര്യം അവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്കൊരു കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. നിങ്ങൾക്കെല്ലാവരും വായിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ കാര്യസ്ഥൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് യഥാർത്ഥ തർജ്ജമയിൽ നിങ്ങൾക്കൊരു വക്കീല് പിതാവിൻ്റെ അടുക്കലുണ്ട് എന്നാ. നിങ്ങൾക്കൊരു വക്കീല് പിതാവിൻ്റെ അടുക്കലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള നീതി പ്രാപിപ്പാൻ ഒരേ ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അത് യേശു നമ്മുടെ വക്കീലായിട്ട് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങളൊരു ക്രിമിനൽ കോടതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ദൈവത്തിൻ്റെ സന്നിധി ഒരു കോടതി പോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഞാൻ ഈ കോടതിയിൽ കുറേ കാലമായിട്ട് ഇരുന്നത് കൊണ്ട് തോന്നുന്നതാണോ എന്നറിയില്ല.
നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു ക്രിമിനൽ കോടതിയിൽ നിങ്ങൾ ചെന്നാൽ അവിടെ കാണാൻ കഴിയുക ഒരു ഇതേപോലെ ഉയർന്ന ഒരു പീഠം ഉണ്ടാവും, ന്യായം. അവിടെയാണ് ഈ ജഡ്ജ് ഇരിക്കുക, മജിസ്ട്രേറ്റോ ജഡ്ജോ ആരാണ് എങ്കിൽ അദ്ദേഹം ഒരു വലിയ കസേരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ കുറേ കസേരകൾ അതിൻ്റെ മുമ്പിലൊക്കെ കിടപ്പുണ്ടാവും. അവിടെയൊക്കെ കറുത്ത കോട്ടൊക്കെ ഇട്ട് വക്കീലന്മാരിങ്ങനെ നിരനിരയായിട്ട് ഇരിക്കും. അതിൻ്റെ പിറകിലെ ഒരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. പോലീസുകാർ പ്രതികളെയൊക്കെ പിടിച്ച് ഈ കൂട്ടിലാണ് കൊണ്ടുപോയി നിർത്തുക. അപ്പോൾ ആ കൂട്ടിൽ നിർത്തുമ്പോൾ ഈ രണ്ട് വക്കീൽമാർ ഒരു വലിയ സഞ്ചയം വക്കീൽമാരുണ്ടാകും. അതിലൊരു വക്കീലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങൾ മുഴുവനും കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അയാൾ ചെയ്ത കുറ്റങ്ങൾ, അയാൾ ചെയ്ത കുറ്റത്തിനുള്ള തെളിവുകൾ, അയാൾ ചെയ്ത കുറ്റങ്ങളുടെ നിയമവശങ്ങൾ, ആ കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്തൊക്കെയാണ്, ഇതെല്ലാം കോടതിയെ ബോധിപ്പിക്കാൻ ഒരു വക്കീലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പേര് പ്രോസിക്യൂട്ടർ എന്നാണ് പറയുക. വേറൊരു വക്കീലുണ്ട്, ആ വക്കീൽമാരുടെ കൂട്ടത്തിൽ മറ്റൊരു വക്കീലുണ്ടാകും. ആ വക്കീലിൻ്റെ പേര് ഈ പ്രതിയുടെ വക്കീൽ. അയാൾ പ്രതിയുടെ വക്കീലാണ്. അയാളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പ്രതി കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കുകയാണ് അയാളുടെ ജോലി. അയാൾ അതിനുള്ള തെളിവുകൾ കൊണ്ടുവരും. ഈ പ്രോസിക്യൂട്ടർ കൊണ്ടുവന്ന തെളിവുകളെല്ലാം ചോദ്യം ചെയ്യും. അതൊന്നും വിശ്വസിക്കത്തക്കതല്ല എന്ന് ബോധിപ്പിക്കും. അതാണ് അയാളുടെ ജോലി. ദൈവത്തിൻ്റെ സന്നിധി ഇങ്ങനെ ഒരു കോടതിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാനുള്ള കാരണം, നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയാണ് അവിടെ ഒരു അക്യൂസർ അവിടെ ഉണ്ട് എന്നാ. എവിടെ? പിതാവിൻ്റെ അടുക്കൽ ഒരു അക്യൂസർ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്. മഹാപുരോഹിതനായ യോശുവ ഒരിക്കൽ ദൈവത്തിൻ്റെ മുമ്പിലെ ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഈ അക്യൂസർ അവിടെ ചെന്ന് പറഞ്ഞു, അവൻ്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ടാണ് അവിടെ ചെന്ന് നിൽക്കേണ്ടത്. അവൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, അവനെ ശിക്ഷിക്കണം. ഇതാണ് പ്രോസിക്യൂട്ടറിൻ്റെ വാദം. ഇയ്യോബ് നീതിമാനായിട്ട് ജീവിക്കുക. സാത്താൻ അവിടെ പോയി ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, എന്താ അവൻ നല്ലതായിട്ട് ജീവിക്കുന്നത് നീ അവനെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രോസിക്യൂട്ടറുണ്ട്. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആ വിൻസെൻ്റ് ചാർലി ഇന്ന് വന്ന വഴിയിൽ കാണിച്ച വണ്ടി ഓടിച്ചതൊന്നും ശരിയായിരുന്നില്ല, അവൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല, അവൻ്റെ നോട്ടം ശരിയല്ല, ഭാവം ശരിയല്ല, പ്രാർത്ഥനയില്ല, വായനയില്ല, ഇങ്ങനെ 100 കാര്യങ്ങൾ എനിക്കെതിരെ കുറ്റം പറയുന്ന ഒരാൾ അവിടെയുണ്ട്. പക്ഷെ എനിക്കൊരു വക്കീലുണ്ട്, അത് യേശു കർത്താവാ. എൻ്റെ ഒരു വക്കീലുണ്ട്, അവൻ യേശു കർത്താവാ. ഈ ലോകപ്രകാരമുള്ളൊരു കോടതിയിൽ പോയാലേ ഈ വക്കീൽ എന്താ ചെയ്യുക? എനിക്കെതിരെ പ്രോസിക്യൂട്ടർ ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അയാൾ പറയുക, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ചെയ്താലും ശരി ചെയ്തിട്ടില്ലെങ്കിലും ശരി ഈ മനുഷ്യൻ നിരപരാധിയാ, കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അയാൾ സ്ഥാപിക്കാൻ നോക്കുക. അവരെ ഓരോ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ അവരെ എതിർവിസ്താരം നടത്തും, ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. ആ ക്രോസ് എക്സാമിനേഷനിൽ വാക്കുകൾ തെറ്റിയിട്ടുണ്ടാകും, അതിലൊരു ചെറിയൊരു പഴുത് കിട്ടും. നിയമത്തിൻ്റെ ഒരു പഴുത്, തെളിവുകളിൽ ഒരു പഴുത്, മൊഴികളിൽ ഒരു പഴുത്. ഈ ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ ആ പഴുത് വലുതാക്കിയിട്ട് പ്രതികളെ അവർ ആ പഴുതിൽ കൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അതാണ് കോടതിയിൽ സാധാരണ പലപ്പോഴും നടക്കാറുള്ളത്. എപ്പോഴും അല്ല, പല സന്ദർഭങ്ങളിൽ. അതാണ് ഈ ലോകത്തിലെ വക്കീൽമാർ ചെയ്യുക. പക്ഷെ യേശു കർത്താവ് അങ്ങനെയല്ല. യേശു കർത്താവ് ഞാനൊരു തെറ്റ് ചെയ്തവനാണ് എങ്കിൽ യേശു കർത്താവ് ദൈവത്തിൻ്റെ കോടതിയിൽ അയ്യോ വിൻസെൻ്റ് ചാർലി ആകും നല്ല മനുഷ്യനാണ്, അവൻ ഒരു കുഴപ്പം ചെയ്തിട്ടില്ല, ഈ സാത്താൻ പറയുന്നത് ശരിയല്ല, ഇങ്ങനെയൊന്നും വാദിക്കില്ല. യേശു കർത്താവ് പറയുന്നത്, എനിക്കെതിരെ കുറ്റം സാത്താൻ ഉന്നയിക്കുമ്പോൾ ആ കുറ്റം ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ കർത്താവ് അതിനെ ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല പറയുക. കർത്താവെ, സാത്താൻ പറഞ്ഞ് ശരിയാ, വിൻസെൻ്റ് ചാർലി നല്ല മനുഷ്യനല്ല, അവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ശരിയാണ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു പക്ഷേയുണ്ട്. അതെന്താ? അവന് ശിക്ഷിക്കാൻ കഴിയില്ല. വിൻസെൻ്റ് ചാർലിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല.
കാരണം എന്തെന്നറിയാമോ? അവൻ്റെ ശിക്ഷ ഞാൻ ക്രൂശിൽ വഹിച്ചതാ. അവന് വേണ്ടി ഞാനാണ് ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ഇനി വിൻസെന്റ് ചാർലി ശിക്ഷിക്കാൻ പറ്റില്ല. അവൻ്റെ ശിക്ഷ ഞാൻ വഹിച്ചു. ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടാകും. അതെന്താ? വിൻസെന്റ് ചാർലി നീതിമാനാ. വിൻസെന്റ് ചാർലി നീതിമാനാ. എന്തുകൊണ്ടാ? ഞാൻ കുറെ നീതി പ്രവർത്തി ചെയ്തതുകൊണ്ടാണോ? അല്ല, എൻ്റെ വക്കീലെ എനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ്. എൻ്റെ വക്കീലെ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഒരു വിധി വരും. വിൻസെന്റ് ചാർലി നീതിമാനാ. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാരാ? ദൈവം എന്നെ നീതീകരിക്കുന്നത്. ദൈവം എന്നെ നീതീകരിക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ്? ഞാൻ കുറെ നീതി പ്രവർത്തികൾ ചെയ്തത് കൊണ്ടല്ല. കറപുരണ്ട തുണി പോലെയുള്ള എൻ്റെ നീതി പ്രവർത്തികൾ കൊണ്ട് ഒന്നുമല്ല. എനിക്ക് വേണ്ടി ഒരുവൻ ശിക്ഷ വഹിച്ചത് കൊണ്ട്, എൻ്റെ വക്കീൽ എനിക്ക് വേണ്ടി ശിക്ഷ വഹിച്ചത് കൊണ്ടാണ്. സമയം വളരെ ദീർഘിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഒരു വക്കീലിനെ കണ്ട് എൻ്റെ കേസിന് വേണ്ടി നിങ്ങൾ ഹാജരാകണം എന്ന് നിങ്ങളൊരു വക്കീലിനോട് പറഞ്ഞാൽ, ആ വക്കീൽ നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നറിയോ? ഒരു വക്കാലത്ത് എനിക്ക് തരണം എന്നാണ് പറയാം. ഒരു വക്കാലത്ത് എനിക്ക്. വക്കാലത്ത് എന്ന് പറഞ്ഞാൽ വേറെ സംഭവമൊന്നുമല്ല. ഒരു കടലാസിൽ അദ്ദേഹം അധികാരപത്രം വക്കീലിന് എഴുതി കൊടുക്കുക. എനിക്ക് വേണ്ടി കോടതിയിൽ എന്തും പറയാനുള്ള അധികാരപത്രം ഞാൻ വക്കീലിന് എഴുതി കൊടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് എൻ്റെ കേസ് എടുത്ത് കോടതിയിൽ ആർഗ്യ ചെയ്യാൻ പറ്റൂ. യേശു നമ്മുടെ ഒരു വക്കീലാണ്. പക്ഷേ യേശു നിങ്ങളുടെ വക്കീലാകണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ യേശുവിന് ഒരു വക്കാലത്ത് കൊടുക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുദ്ര ചാർത്തിയ ഒരു വക്കാലത്ത്, ഒരു അധികാരപത്രം, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു അധികാരപത്രം. കർത്താവേ, അങ്ങ് എൻ്റെ വക്കീലാണ്, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ പാപിയാണ്, ഞാൻ കുറവുകളവനാണ്, എൻ്റെ നീതിപ്രവർത്തികളെല്ലാം അങ്ങയുടെ മുമ്പിൽ കറപുരണ്ട തുണിയാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ കളങ്കങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുക, ഞാൻ സമർപ്പിക്കുകയാണ്. അവിടുന്ന് എൻ്റെ ഒരു വക്കീലായിട്ട് എനിക്ക് വേണ്ടി വാദിക്കണം. പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, ഇതാണ് നീതിമാനാകാനുള്ള മാർഗം. ദൈവത്തിൽ നിന്നുള്ള നീതി പ്രാപിക്കാൻ, സ്വന്തം നീതിയല്ല, മറ്റുള്ളവർ നിങ്ങൾക്ക് മാർക്കിട്ട് നീതിമാനാക്കുന്നതല്ല, ദൈവം നിങ്ങളെ നീതിമാനാക്കാൻ ഈ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് നിങ്ങളുടെ വക്കീലായിട്ട് തീരണം. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കണം. പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലായിട്ട് യേശു കർത്താവ് നിൽക്കണം. യേശു കർത്താവ് നിങ്ങളുടെ വക്കീലായി തീരുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരായി തീരും. കാരണം നിങ്ങൾ നീതി പ്രവർത്തി ചെയ്തതുകൊണ്ടല്ല, യേശു നിങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ്. ഇന്ന് രാത്രിക്കാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം നീതി കൊണ്ട്, നീതി പ്രവർത്തികൾ കൊണ്ട് ദൈവസന്നിധിയിൽ നീതിമാനായി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ തിരുവചനം യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നിങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെയാണ്. എന്നാൽ നിങ്ങൾക്കൊരു വക്കീലുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു വക്കീലുണ്ട്. വിശ്വാസത്തോടെ അവൻ്റെ പക്കൽ നിങ്ങളെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളെ നീതീകരിക്കും. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നൊരു വിധി വരും. നീതിമാനാണ് വിൻസെന്റ് ചാർലി, നീതിമാനാണ്. കാരണം എൻ്റെ വക്കീൽ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ഒരു മഹാഭൂരിഭാഗം ആളുകളും ഈ നീതീകരണം പ്രാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
എന്നാൽ ഇതിലാരെങ്കിലും ഇതുവരെയും സ്വന്തം നീതി കൊണ്ട്, സ്വന്തം പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹബുദ്ധിയോട് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്കത് കഴിയുകയില്ല. യേശു നിങ്ങളുടെ വക്കീലായിട്ട് വരണം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നീതിയുടെ രണ്ടാമത്തെ പടിയെക്കുറിച്ച് പറയുക, നീ ഇത് വിട്ടോടി നീതിയെ നീ പിന്തുടരണം. നിന്റെ ജീവിതയാത്രയിൽ ഒരിക്കൽ യേശു കർത്താവിൽ നിന്നുള്ള നീതി നീ പ്രാപിച്ചവനാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിലെല്ലാം തന്നെ യേശു കർത്താവിൻ്റെ നീതി, യേശു കർത്താവിൽ നിന്ന് പ്രാപിച്ച നീതി നീ പിന്തുടരണം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ നീതി ഫലം നിറഞ്ഞവരായിരിക്കണമെന്നാ. നീതിയുടെ ഫലം നിറഞ്ഞവരായിരിക്കണം. നിങ്ങൾക്കൊരു ദിവസം നീതീകരണം നിങ്ങൾ പ്രാപിച്ചു, അതോടെ അവസാനിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതയാത്ര മുഴുവൻ ഈ നീതിയുടെ മാർഗത്തിലായിരിക്കണം. നീതിയെ പിന്തുടരുന്നവരായിരിക്കണം. നീതിയെ നിങ്ങൾ പിന്തുടരുകയാണ് എങ്കിൽ വിശ്വാസത്താലുള്ള നീതിയുടെ ഒരു വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വീണു, നിങ്ങൾ അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നീതി ഫലം നിറഞ്ഞവരാകും. നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഫലം നിറഞ്ഞവരാകും. ശരിയാണ്, ഇന്ന ദിവസം ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, നീതീകരണം പ്രാപിച്ചു. ഇന്നും ആ അവസ്ഥയിലാണോ? ഈ നീതിയെ നാം പിന്തുടരണം. നമ്മുടെ ജീവിതയാത്രയിൽ മുഴുവൻ ഈ നീതിയെ നമുക്ക് പിന്തുടരാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ ഫലം നിറഞ്ഞവരായിട്ട് നാം തീരണം. അപ്പോസ്തലൻ തിമത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു, ഇനി എന്താ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതാരാ എനിക്ക് തരിക എന്ന് പറയുന്നത്? നീതിയുള്ള ന്യായാധിപതി എനിക്കത് നൽകി തരും. നീതിയുള്ള ന്യായാധിപതി. നിങ്ങൾ യേശു കർത്താവിൽ കൂടിയുള്ള നീതീകരണം പ്രാപിച്ചവനാണ് എങ്കിൽ, ആ നീതിയെ നിങ്ങൾ പിന്തുടരുന്നവനാണ് എങ്കിൽ, ആ നീതി ഫലം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് എങ്കിൽ, അപ്പോസ്തലൻ പറയുകയാണ്, ഇനി അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ് നീതിയുടെ കിരീടം. നിങ്ങൾക്കൊരു കിരീടമായിട്ട് ഈ നീതി നിങ്ങൾക്ക് ലഭിക്കും. അതാരാ തരുന്നത്? നീതിയുള്ള ന്യായാധിപതിയാണ് തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? യേശു കർത്താവ് ആരാണെന്നാ പറഞ്ഞത്? നമ്മുടെ വക്കീലാണ് പറഞ്ഞത്. പക്ഷെ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്താ? നീതിയുള്ള ന്യായാധിപതി. ഇന്ന് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവിടുന്ന് വീണ്ടും വരും. അവിടുന്ന് വീണ്ടും വരുന്നത് ഒരു വക്കീലായിട്ടല്ല, ഒരു ന്യായാധിപതിയായിട്ടാണ്. നമ്മളെല്ലാവരും അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നീതിയുടെ കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു കർത്താവിലുള്ള നീതീകരണം നാം പ്രാപിക്കണം. ആ നീതിയെ നാം പിന്തുടരണം. ആ നീതിയുടെ ഫലം നിറഞ്ഞവരായി തീരണം. നീതിയുള്ള ന്യായാധിപതി നമുക്ക് ആ കിരീടം തരും. ഒരു കാര്യം 2 മിനിറ്റ് കൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ അവസാനിപ്പിക്കാം. വേറെ വിഷയമൊന്നുമല്ല, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ ജഡ്ജായിട്ട് സെലക്ഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ പാലക്കാട് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഒരു വക്കീലായിരുന്നു. ആ സമയത്ത് അവിടെ പാലക്കാട് സെഷൻസ് കോടതിയിലെ ഒരു കൊലക്കേസിൽ പ്രതിയായ ഒരു അമ്മയും മകളും 2 പേരും ഉണ്ടായി. അവർക്ക് ജാമ്യം എടുക്കാൻ ആളില്ല, അവരിൽ പൈസയില്ല. അതുകൊണ്ട് അവർ ജയിലിൽ കഴിയുകയാണ്. പക്ഷേ ഈ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല എങ്കിൽ അവർക്ക് വേണ്ടി കോടതിയിൽ നിന്ന് ഒരു വക്കീലിനെ നിയമിച്ചു കൊടുക്കും. അങ്ങനെ ഒരു വക്കീലായിട്ട് നിയമിച്ചത് എന്നെയായിരുന്നു. ഞാൻ അവരുടെ കേസ് നടത്തി. ആ കേസിൽ അവർ വെറുതെ വിട്ടു. അവർ വിധി പറഞ്ഞ ദിവസം, അവർ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് വിധി പറഞ്ഞ ദിവസം അവർക്ക് വളരെ സന്തോഷമായി. അവരെന്നെ വിളിച്ച് വേറെ ഒരു പ്രതിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതേപോലെ കേസിൽ പിടിക്കപ്പെട്ടൊരു വ്യക്തി. എന്നിട്ട് അവർ പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് വേണ്ടി സാറ് കേസ് നടത്തി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നന്നായി കേസ് നടത്തി ഞങ്ങളെ വെറുതെ വിട്ടു. ഇതായി ഒരു മനുഷ്യൻ, ഇയാൾക്കും പണമില്ല, സാമ്പത്തിക ശേഷിയില്ല, ഇയാൾക്ക് വേണ്ടി കൂടെ അങ്ങ് കേസ് നടത്തണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കേസ് എടുക്കാൻ വലിയ സന്തോഷമാണ്, പക്ഷേ എനിക്കിനി കേസ് എടുക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി,
ജഡ്ജായിട്ട് തിരഞ്ഞെടുത്തു. ഇനി നാളെ മുതൽ ജഡ്ജിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ഹൈക്കോടതി ഹാജരാകാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഇനി ഈ കേസെടുക്കാൻ കഴിയില്ല. എനിക്ക് ആ കേസെടുക്കാൻ പറ്റിയില്ല, കേസെടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അയാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പാലക്കാട് നല്ല നല്ല വക്കീൽമാർ ധാരാളം ഉണ്ട്, വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ടിട്ടുണ്ടാകാം. ഞാനിത് പറഞ്ഞെന്തിനു വേണ്ടി വെച്ചാൽ, ഇന്ന് യേശു കർത്താവ് വക്കീല, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. പക്ഷെ നാളെയും അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അടുത്ത നിമിഷവും അവിടുന്ന് ഒരു വക്കീലായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടുന്ന് ന്യായാധിപതിയാണ്. അന്ന് പോയിട്ട് കർത്താവെ നീ എനിക്ക് വേണ്ടി കേസ് വാദിക്കണം, എൻ്റെ വക്കീലാകണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്വീകരിക്കാൻ കഴിയില്ല. അവിടുന്ന് ന്യായാധിപതിയായിട്ട് വരാൻ പോവുകയാണ്.